ബാർസലോണ പാട്രീസിയോയെ സൈൻ ചെയ്യാനുള്ള 5 കാരണങ്ങളും അതുപോലെ തന്നെ ആസ് എ പ്ലെയർ പുള്ളി ഇംപ്രൂവ് ചെയ്യേണ്ട കുറച്ച് ഏരിയാസുമാണ് ഈ വീഡിയോയിൽ നമ്മൾ കവർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഒന്നാമത്തെ കാര്യം ഇതൊരു ലോ റിസ്ക് സൈനിങ് ആണെന്നുള്ളതാണ്. ബാർസ പുള്ളിയെ സൈൻ ചെയ്തിരിക്കുന്നത് ബാർസ അത്ലറ്റിക് അതല്ലെങ്കിൽ ബാർസയുടെ ബി ടീമിന് വേണ്ടിയിട്ടാണ്. അതും ഒരു ലോൺ പ്ലസ് ഓപ്ഷൻ ടു ബൈ ആണ്. ഓപ്ഷൻ ടു ബൈ എന്ന് പറഞ്ഞു കഴിഞ്ഞെങ്കിലും പെർഫോമൻസ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞെങ്കിൽ 2 മില്യൺ ഈ പ്ലെയറിന് സൈൻ ചെയ്യാൻ ബാർസയ്ക്ക് പറ്റും. അതുപോലെ രണ്ടാമത്തെ കാര്യം കൻസീലോ അല്ലെങ്കിൽ ബാൽഡേനെ കമ്പയർ ചെയ്യുമ്പോൾ പുള്ളി ഒത്തിരി ഡിഫൻസീവ് മൈൻഡഡ് ആയിട്ടുള്ള ഒരു ലെഫ്റ്റ് ബാക്ക് ആണെന്നുള്ളതാണ്. മൂന്നാമത്തെ റീസൺ പുള്ളിക്ക് ലെഫ്റ്റ് ബാക്ക് അല്ലെങ്കിൽ ലെഫ്റ്റ് സെൻറ്റർ ബാക്ക് ഈ 2 റോളും ചെയ്യാൻ പറ്റും എന്നുള്ളതുമാണ്. അതുപോലെ തന്നെ ഫിസിക്കൽ ഡുവൽസ് വിൻ ചെയ്യുന്ന കാര്യത്തിലാണെങ്കിലും 1-on-1 ഡിഫെൻഡിങ്ങിലാണെങ്കിലും കൺസീലോ അല്ലെങ്കിൽ ബാൽഡയായിട്ട് കമ്പയർ ചെയ്യുമ്പം പുള്ളിയുടെ പ്രൊഫൈൽ കുറച്ചുകൂടി നല്ലതാണെന്നാണ് പറയപ്പെടുന്നത്. അഞ്ചാമതായിട്ടുള്ള റീസൺ ടാക്ടിക്കൽ റൊട്ടേഷൻ ആണ്. അതാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയിട്ടുള്ളത്. കാര്യം പാട്രിസിയോനെ സൈൻ ചെയ്തതോടുകൂടി ബാർസലോണയ്ക്ക് 3 ടൈപ്പ് ഓഫ് ലെഫ്റ്റ് ബാക്സിനാണ് കിട്ടാൻ പോകുന്നത്. ഒന്നാമതായിട്ട് കൺസീലോ എടുത്ത് കാണിക്കുമെങ്കിൽ ബാഴ്സലോണയ്ക്ക് നല്ല പൊസിഷനുള്ള അല്ലെങ്കിൽ ഡോമിനേറ്റ് ചെയ്യുന്ന കളിയിൽ കാൻസലോനെ നമുക്ക് യൂസ് ചെയ്യാം. ബാൽഡനെ സംബന്ധിച്ചിടത്തോളം ഒരു ഓപ്പൺ ഗെയിം ആണെങ്കിൽ നമുക്ക് അവിടെ ബാൽഡയെ യൂസ് ചെയ്യാം. അതുപോലെ തന്നെ ഒരു ട്രാൻസിഷൻ പ്ലസ് ക്വിക്ക് കൗണ്ടർ അറ്റാക്ക് കളിക്കുന്ന ടീമാണെങ്കിൽ അവിടെ നമുക്ക് പാട്രിസിയോനെ യൂസ് ചെയ്യാം എന്നുള്ളതാണ്. പിന്നെ അത് പറയുമ്പോൾ തന്നെ പുള്ളിക്ക് കുറച്ച് കുറവുകളുണ്ട്. 19 വയസ്സുള്ള പയ്യനാണ്. ഡെഫിനറ്റ്ലി ഹി വിൽ ഇംപ്രൂവ്. ഇപ്പോൾ ഉള്ള കുറവുകളായിട്ട് പറയപ്പെടുന്നത് ക്രോസിംഗ് കുറച്ച് സീനാണ്. അതുപോലെ പേസ് കുറവാണ്. ഒരു ബോൾ കാരിയർ അല്ല. പിന്നെ ഒരു ഇൻവെർട്ടഡ് മിഡ്ഫീൽഡർ ഒക്കെ ആയിട്ട് കൺസിഡർ ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചെങ്കിൽ ആ ഒരു ഏരിയയിലും പുള്ളി കുറച്ച് ഷോക്കാണെന്നാണ് പറയപ്പെടുന്നത്. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പ്ലീസ് ഡു ലൈക്ക്, ഓഫ് കോഴ്സ് ഷെയർ വിത്ത് വൺ ഓഫ് യുവർ ബാർസ ഫ്രണ്ട്. താങ്ക് യു ഗൈസ്.